വളരെ വളരെ റിസ്ക് എടുത്ത് ഇറാഖിലെത്തുന്നു. കാറും മറ്റുള്ള സാധനങ്ങളുമൊക്കെ ഞാൻ കുവൈറ്റിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്, വീട് ഉപേക്ഷിക്കുകയാണ്. 2-3 ദിവസം ഞാൻ മരുന്ന് കഴിച്ചില്ല. പക്ഷെ വീണ്ടും അസുഖം കൂടി, മരുന്ന് തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു, മരിക്കുന്നത് വരെ ഈ മരുന്ന് നിർത്തുവാൻ പാടില്ല എന്ന്. അപ്പച്ചൻ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിൽ തന്നെയും ശമ്പളം പരിമിതമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഫീസ് അടയ്ക്കാൻ പറ്റാതെ എൻ്റെ റിസൾട്ട് വരെ വിത്ഹെൽഡായി. ഇറാഖി പട്ടാളക്കാരോ അല്ലെങ്കിൽ ജോർദാനി പട്ടാളക്കാരോ എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ജയിലിൽ പോകുമായിരുന്നു. എൻ്റെ പേര് ഫ്രാൻസിസ് സേവ്യർ, സ്വദേശം നീണ്ടകര, കൊല്ലം. ഭാര്യ, 2 മക്കൾ, 4 ചെറുമക്കൾ. മക്കൾ 2 പേരും കുടുംബവും ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. എനിക്ക് ഒരു സഹോദരിയുണ്ട്. അവൾ വളരെ ചെറുപ്പത്തിൽ അവളുടെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു. അവൾക്ക് 2 പെൺമക്കളാണുള്ളത്. ഫ്രാൻസിസ് സേവ്യർ എന്ന ഒരു പേരിൻ്റെ കാരണക്കാരി എൻ്റെ അമ്മയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിലും ഏറെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി. വളരെ ദുഷ്കരമായ ഒരു പ്രസവമായിരുന്നു. ആ കാലഘട്ടത്തിൽ സെക്ഷനോ സിസേറിയനൊന്നും ഇല്ലായിരുന്നു. ഫോർസെപ്സ് കൊണ്ട് എന്നെ പിടിച്ച് വലിച്ച് പുറത്തിട്ടിരുന്നു. 7 വർഷത്തിന് ശേഷം എൻ്റെ അമ്മ വീണ്ടും പ്രസവിക്കുന്നു എൻ്റെ സഹോദരിയെ. അവൾ ഒരു ഹാൻഡിക്യാപ്റ്റാണ്, പോളിയോ വന്ന് ഇപ്പോഴും ആ സ്റ്റേജിൽ തന്നെയാണ്. അമ്മ എന്നെ ഒത്തിരി ചിട്ടയോടാണ് ആത്മീയമായി വളർത്തിയത്. ദേവാലയത്തിൽ ദിനവും ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അമ്മ രോഗത്തിലായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു വൈദികനാകണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. എന്നാൽ ആ സമയത്ത് ഡയസിഷൻ റൂൾ പ്രകാരം ഒരു മകൻ ഉള്ള കുടുംബത്തിൽ നിന്ന് വൈദികനാക്കാനുള്ള ഒരു റൂൾ ഇല്ലായിരുന്നു. അപ്പച്ചൻ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിൽ തന്നെയും ശമ്പളം പരിമിതമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഫീസ് അടയ്ക്കാൻ പറ്റാതെ എൻ്റെ റിസൾട്ട് വരെ വിത്ഹെൽഡായി. ഒത്തിരി സങ്കടമുണ്ടായിരുന്നു. ഇതിനിടയിൽ തിക്തമായ ഒത്തിരി അനുഭവങ്ങൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അമ്മ ചേർത്ത് എന്നെ പഠിപ്പിച്ചു. സ്കൂൾ വിജയം ഉന്നതമാക്കി. അങ്ങനെ കോളേജിൽ എൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ ഒരു സലീഷ്യൻ കോളേജ് എൻ്റെ അപ്പച്ചൻ തിരഞ്ഞെടുത്തു. അങ്ങനെ അവിടെ 4 വർഷം പഠിച്ചു. ഇതിനിടയിൽ അപ്പച്ചൻ റിട്ടയർ ചെയ്തു. സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ BCom പൂർത്തിയായതിനു ശേഷം തിരികെ നീണ്ടകരയിൽ വരുന്നു. അമ്മ എപ്പോഴും MComന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ MComന് ഇവിടെ ഫാറ്റിമ കോളേജിൽ ചേരുന്നു. ആ സമയത്ത് എനിക്ക് ഡ്രസ്സൊന്നുമില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ അമ്മയുടെ പക്കൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. 2 ജോഡി ഡ്രസ്സ് തയ്പ്പിച്ചു കോളേജിൽ പോകുവാൻ തുടങ്ങി. മനസ്സിൽ അപ്പോഴും വീട്ടിലെ സ്ഥിതിയായിരുന്നു ചിന്ത. ഏറെ പഠിക്കുവാനുണ്ടായിട്ട് പോലും ആ സമയത്തൊക്കെ കോളേജിലെ അധ്യാപകർക്ക് എന്നോടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. ഞാൻ എൻ്റെ പഠനം ഉപേക്ഷിച്ചു. അപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നോട് പറഞ്ഞു, പോകരുത്, ഞങ്ങൾ റാങ്ക് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ഫെഡറൽ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം കുവൈറ്റിൽ പോകുവാനൊരു തീരുമാനമെടുത്തു. അതിൻ്റെ ചുക്കാൻ പിടിച്ചത് എൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് ഒരു ആഗ്രഹം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. മോനെ, എനിക്കൊരു കുഞ്ഞു ഭവനം, നസ്രത്തിലെ പോലെ ഒരു ഭവനം നീ നിർമ്മിച്ചു തരണം. ഞാൻ ഏറെ സങ്കടപ്പെട്ട ദിവസങ്ങളൊക്കെ അമ്മ എന്നെ ഒത്തിരി ഉത്സാഹത്തോട് ഒരു ഫോർഫ്രണ്ട് എന്ന രീതിയിൽ എന്നെ മുന്നിൽ നിർത്തിയിരുന്നു. അങ്ങനെ ഞാൻ കുവൈറ്റിൽ പോകുന്നു. എൻ്റെ മനസ്സിൽ ആകെയുള്ളൊരു ലക്ഷ്യം അമ്മയ്ക്ക് ഒരു വീട് പണിത് കൊടുക്കുക എന്നായിരുന്നു. അങ്ങനെ ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചു. 3 വർഷത്തിനുള്ളിൽ അമ്മയ്ക്കൊരു ഭവനം കർത്താവ് കൊടുത്തു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ യാന്ത്രികമായ ഒരു വിശ്വാസം മാത്രമായിരുന്നു. അങ്ങനെ 82-ൽ എൻ്റെ വിവാഹം. ദൈവം ദാനമായി തന്ന എൻ്റെ ജീവിത പങ്കാളി എലിസബത്ത്, ബേബി എന്നറിയപ്പെടും. കുവൈറ്റിൽ എൻ്റെ ജീവിത പങ്കാളി വരുമ്പോൾ ഞാൻ എൻ്റെ ലോകത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവൾ പ്രാർത്ഥനയിലായിരുന്നു. കാറിൽ കയറുമ്പോൾ
കർത്താവിൻ്റെ ഗാനങ്ങളിടാൻ പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ടോട്ടലി ഒരു മെക്കാനിക്കൽ ലൈഫ് ലീഡ് ചെയ്യുകയായിരുന്നു. അപ്പോഴൊക്കെ നിഴലായിട്ട് എൻ്റെ പിന്നിൽ നിന്ന് കർത്താവിൻ്റെ സ്വരം കേൾപ്പിക്കുവാനായിട്ട് എൻ്റെ ജീവിത പങ്കാളി. 1990 യുദ്ധം ഇറാഖും കുവൈറ്റിൽ ആരംഭിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ആരംഭിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഒരു ഓഗസ്റ്റ് മാസത്തിൽ 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, അന്ന് യുദ്ധം പുറപ്പെടുവിച്ചു എന്ന് മനോരമയുടെ വാർത്ത ഇവിടെ റേഡിയോയിൽ കൂടി അപ്പച്ചൻ അമ്മയെ കേൾപ്പിച്ചപ്പോൾ ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി 2 മക്കളും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി പിന്നെ പറയുകയായിരുന്നു, അമ്മ ഓടുകയായിരുന്നു ദേവാലയത്തിലേക്ക്. തൻ്റെ മകന് വേണ്ടി അമ്മ നിലവിളിച്ച് നീണ്ടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം ഞാനത് കേട്ടപ്പോൾ ഏറെ വേദനിക്കുകയായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു റിസ്ക് എടുത്ത് ഞാനും എൻ്റെ അങ്കിളും മറ്റുള്ള സഹോദരങ്ങളുമായിട്ട് കാറിൽ നിന്ന് യാത്ര തിരിച്ചു. വളരെ ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു. വളരെ റിസ്ക് എടുത്ത് ഇറാഖിലെത്തുന്നു. കാറും മറ്റുള്ള സാധനങ്ങളുമൊക്കെ ഞാൻ കുവൈറ്റിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്, വീട് ഉപേക്ഷിക്കുകയാണ്. വസ്ത്രങ്ങളും ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്തുകൊണ്ടാണ് കുവൈറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇറാഖിൽ നിന്ന് ഒരു ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നോ മാൻസ് ലാൻഡ് എന്ന് പറയും, ഇറാഖ് ജോർദാൻ ബോർഡറിൽ, ആ ബോർഡറിൽ നിൽക്കുമ്പോൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വയറിന് കലശലായ വേദന, വളരെ വേദനയില്ല. ഞാൻ പറഞ്ഞു ഡ്രൈവറിൻ്റെ വണ്ടി നിർത്തണമെന്ന്. ഡ്രൈവർ നിർത്തുകയില്ലെന്ന് പറഞ്ഞു, കാരണം ഇത് നോ മാൻസ് ലാൻഡ് ആണെന്ന്. ഞാൻ ഓർക്കുകയാണ്, കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ ഏകദേശം 15 മിനിറ്റ് ആ കൂരിരുട്ടിൽ നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ സമയത്ത് ഇറാഖി പട്ടാളക്കാരോ അല്ലെങ്കിൽ ജോർദാനി പട്ടാളക്കാരോ എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ജയിലിൽ പോകുമായിരുന്നു. കാരണം എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും ഒക്കെ വണ്ടിയിലായിരുന്നു, ആ ബസ്സിലായിരുന്നു. 15 മിനിറ്റിന് ശേഷം എന്നോടൊപ്പം യാത്ര ചെയ്ത എൻ്റെ കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞ് വേഗം വരൂ, ബസ് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഓടി അങ്ങനെ ബസ്സിൽ കയറുന്നു, രക്ഷപ്പെടുന്നു, നാട്ടിലെത്തുന്നു. നാട്ടിൽ വന്നപ്പോൾ ഒരു ശോകമായ ഒരു അന്തരീക്ഷമായിരുന്നു. വീട്ടിൽ അന്തരീക്ഷം വളരെ ശോചനീയമായിരുന്നു. ഒരു തകർക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അമ്മ മാത്രം അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുപക്ഷെ എൻ്റെ സഹോദരിയും. എങ്കിലും ഞങ്ങളെല്ലാവരും ഒരു ഡാർക്ക്നെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മക്കളായി മാറി. പെട്ടെന്ന് അമ്മ പറഞ്ഞു, ഇതിവിടം വെച്ച് അവസാനിക്കണം, പ്രകാശത്തിൻ്റെ രാജാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ എത്തേണ്ടവരാണ്, ആ പ്രകാശത്തിലായിരിക്കണമെന്ന്. അവിടെയും അമ്മ ഒരു വലിയൊരു പ്രചോദനമായി കുടുംബത്തിൽ മാറി. 95 എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വൈസ് പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നു. തിരുവനന്തപുരം ആസ്ഥാനം, സൗത്ത് ഇന്ത്യ ഓപ്പറേഷൻസ് മൊത്തം എൻ്റെ കീഴിലായിരുന്നു. അവിടെ വീണ്ടും മറ്റൊരു ലോകത്തിൽ, അതൊരു പക്ഷേ ഒരു ഭാഗികമായ ഒരു മ്ലേച്ഛമായ ലോകമെന്ന് പറയാം. യാത്ര ചെയ്തു സത്യം പറയുകയാണെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയായിരുന്നു ഒരു 9 വർഷക്കാലം, 2004 വരെ. പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത് 2001 മറ്റൊന്നുമല്ല, 2001 എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു. അങ്ങനെ ക്യാൻസർ വന്നപ്പോൾ ഞാനാകെ തകർന്നു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ. ആ സമയത്താണ് ഡോക്ടർ ജോൺ DA പരിചയപ്പെടുന്നത്, ഇൻ്റർനാഷണൽ പ്രീച്ചർ. അദ്ദേഹം ഈ ഭവനത്തിൽ വരുന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ കൂട്ടായ്മയിൽ ചേരുന്നു. അതിനുശേഷം 3.5 വർഷക്കാലം യേശുവുമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. എപ്പോഴും ഡോക്ടർ ജോണിനോടൊപ്പം ഉള്ള യാത്രയെ ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ലഭിക്കുമായിരുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയാം. ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറും ഞാനും കൂടി കാറിൽ തിരിച്ചു വരുമ്പോൾ എന്നോട് ഡോക്ടർ പറയുകയായിരുന്നു, അങ്കിളെ നമുക്ക് കർത്താവിനെ പോലെ ആകണമെന്ന്. വളരെ ആഴത്തിൽ സ്പർശിക്കപ്പെട്ട ഒരു വാക്കായിരുന്നു. അങ്ങനെ ഐ വാസ് വെർച്വലി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ഒരു അഡിക്ഷൻ എന്ന് പറയാം. അങ്ങനെ 3.5 വർഷക്കാലം തുടർന്നുകൊണ്ടിരുന്നു പോയി. എന്നാൽ 1 പത്രോസ് 5:8
ഇപ്പോൾ ഓർക്കുകയാണ്, നിങ്ങൾ സമചിത്തതയോടിരിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി നടക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അവനെന്നെ വിഴുങ്ങി, പൂർണ്ണമായിട്ട് വിഴുങ്ങി. ഞാൻ ഡോക്ടറുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട് ഉപേക്ഷിച്ചു. പ്രാർത്ഥന ടീമിൽ നിന്ന് വിട്ടു. അങ്ങനെ തിരിച്ച് വീണ്ടും എൻ്റെ ലോകത്തിൽ കൂടി സഞ്ചരിച്ചു. വീണ്ടും യൂറോപ്പും മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി ഒത്തിരി മേച്ചൽപ്പുറങ്ങൾ തേടുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. 1-2 ജോലി. അതിനിടയിൽ 2007 യൂറോപ്പ് ടൂറിൽ, 1 മാസത്തെ ഒഫീഷ്യൽ ടൂറിൽ 3 ദിവസം റോമിൽ ഉണ്ടായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ട് ബുധനാഴ്ച റോമിലായിരുന്നു. ഒരു പേപ്പൽ ഓഡിയൻസ് അന്നുണ്ടായിരുന്നു. നമുക്കറിയാം, എല്ലാ ബുധനാഴ്ചകളിലും പേപ്പൽ ഓഡിയൻസ് ഉണ്ട്. അന്ന് പോപ്പ് ബെനഡിക്റ്റ് ആയിരുന്നു. എനിക്കൊരു സ്പെഷ്യൽ പാസ് ലഭിച്ചു. പോപ്പ് ബെനഡിക്റ്റിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുവാനുള്ളൊരു അവസരം കർത്താവ് ഒരുക്കി. ബ്ലെസ്സിങ് മേടിച്ചു. അന്നും ആ സമയത്തുമൊക്കെ ഒരു അഭിഷേകത്തിൻ്റെ കാറ്റ് അവിടെ വീശിയിരുന്നു. അങ്ങനെ വീണ്ടും പഴയ ട്രാക്കിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. എൻ്റെ ലോകത്തുള്ള ഒരു സഞ്ചാരമായിരുന്നു. ഇതിനിടയിൽ ഞാൻ പല പ്രാവശ്യവും ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ പരിചയപ്പെടുന്നു. അച്ഛനുമായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കേണ്ട പാരലായിട്ട് 95 ഞാൻ രോഗത്തിലായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ലേക്ക് ഷോറിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ മാരകമായ ഒരു രോഗം, GERD അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസ്, ബാരറ്റ്സ് ഇസോഫാഗസ്, ഹൈറ്റിസ് ഹെർണിയ, ഇത് 3 കൂടെ ചേർന്നൊരു രോഗമാണ്. ഡോക്ടർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇത് ബയോപ്സിക്ക് വിടണമെന്ന്. ഞാൻ വീട്ടിൽ അറിയിപ്പിച്ചില്ല. 2 ആഴ്ചക്കാലം ഞാൻ എറണാകുളത്ത് തന്നെയായിരുന്നു. ഒഫീഷ്യൽ ടൂറാണെന്ന് പറഞ്ഞ് അവിടെ ഹോട്ടൽ താമസിച്ചു. ആ സമയത്ത് ഈ ബയോപ്സിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഡോക്ടറിന് സംശയമായിരുന്നു അത് മാലിഗ്നൻ്റ് ആയിരിക്കുമോ എന്ന്. അവിടെയും ആ ഇറാഖിൻ്റെ ബോർഡറിൽ എന്നെ കർത്താവ് സംരക്ഷിച്ചതുപോലെ അവിടെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ സംരക്ഷിച്ചു. നമുക്കറിയാം, ഒരു രോഗം കടന്നു വരുമ്പോൾ ധ്യാനകേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നു. അങ്ങനെ ഞാനും ധ്യാനകേന്ദ്രത്തെ ആശ്രയിച്ചു. 96 ഞാൻ ഡിവൈൻ മുരിങ്ങൂറിൽ ധ്യാനത്തിന് കൂടുന്നു. ധ്യാനത്തിൽ പങ്കാളിയാകുന്നു. ആ 2-3 ദിവസം ഞാൻ മരുന്ന് കഴിച്ചില്ല. പക്ഷെ വീണ്ടും അസുഖം കൂടി. മരുന്ന് തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു, മരിക്കുന്നത് വരെ ഈ മരുന്ന് നിർത്തുവാൻ പാടില്ല എന്ന്. അങ്ങനെ മരുന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. രോഗം, എനിക്കറിയാം രോഗത്തിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത്. ഈ രോഗത്തിൽ നിന്ന് കർത്താവ് എനിക്ക് പൂർണ്ണമായി മോചനം തന്നിട്ടില്ല എങ്കിൽ തന്നെയും എൻ്റെ കർത്താവ് എസെക്കിയ രാജാവിന് ആയുസ് നീട്ടിക്കൊടുത്തതുപോലെ ആയുസ് ഇങ്ങനെ ഓരോ നിമിഷവും നീട്ടിത്തരികയാണ്. പ്രത്യേകിച്ച് ഓരോ ദിവ്യബലിയിലും ഞാൻ എൻ്റെ കർത്താവിനോട് യാചിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആയുസ് നീട്ടിക്കിട്ടുവാനല്ല, മറ്റൊരു കാര്യത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ കൊശവൻ്റെ കയ്യിലെ കളിമൺ പാത്രമാണ്. നീ എങ്ങനെ വേണമെങ്കിലും മെരുക്കിയെടുക്കാം, വളയ്ക്കാം, ഒടിക്കാം, ഏത് രീതിയിലും വേണമെങ്കിലും. അത് ഒരിക്കലും മുടക്കാത്ത ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം 2015 നടക്കുന്നത്. ജൂലൈ മാസം 12-ാം തീയതി 2015 ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും സാൻപിയോ ധ്യാനകേന്ദ്രത്തിൽ പോകുന്നു ബോബി അച്ഛനെ കാണുവാനായിട്ട്. അവിടെ വെച്ച് അച്ഛൻ രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നു, റോസ മരിയ മിനിസ്ട്രി. ഇന്ന് ആ കൂട്ടായ്മ എൻ്റെ ജീവനാണ്. അന്ന് 4 പേരിൽ തുടങ്ങിയ കൂട്ടായ്മ ഇന്ന് 70-80 ആൾക്കാരാണ് പങ്കുകൊള്ളുന്നത്. ഞങ്ങളുടെ ഓൺലൈൻ ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചയും നടക്കുകയാണ്. ഇതിനിടയിൽ തീർച്ചയായും നമുക്കറിയാം, കർത്താവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, കർത്താവുമായിട്ട് അടുക്കുമ്പോൾ സഹനങ്ങൾ ഉറപ്പാണ്. 2015 കൂട്ടായ്മ ആരംഭിക്കുന്നു. 2016 എൻ്റെ മകളുടെ ഭർത്താവ് സാജന് മാരകമായ ഒരു രോഗം പിടിപെടുന്നു. അപ്പോൾ അവർ ദുബായിലായിരുന്നു. പെട്ടെന്ന് എയർലിഫ്റ്റ് ചെയ്തു ആസ്റ്റർ കൊച്ചിയിൽ കൊണ്ടുവരുന്നു. 3 ഘട്ടമായിട്ട് 45 ദിവസം അവരോടൊപ്പമായിരുന്നു. മരണത്തിൻ്റെ വക്കിലായിരുന്നു. അനേകം മക്കൾ പ്രാർത്ഥിച്ചിരുന്നു. കൂട്ടായ്മയിലെ അംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ബോബി അച്ഛൻ, ഡോക്ടർ ജോൺ നിരന്തരം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചത് മറ്റൊന്നുമല്ല, നിന്നെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കർത്താവെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ഈ സഹനം എന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഉത്തരം പിന്നെയാണ് എനിക്ക് ലഭിച്ചത്. പൂർണ്ണമായ സൗഖ്യമാണ് സാജന് ലഭിച്ചത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവർ
ഓസ്ട്രേലിയയിലേക്ക് PR ലഭിച്ച് പോവുകയാണ്. കർത്താവിൻ്റെ പ്ലാൻ വളരെ ഭംഗിയായി കർത്താവ് എക്സിക്യൂട്ട് ചെയ്തു. കർത്താവിൻ്റെ കരം എപ്പോഴും കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 വ്യക്തികളാണ് ഡോക്ടർ ജോൺ ഡിയും ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. 2 വ്യക്തികളും ഇവിടെ പല പ്രാവശ്യം ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ആ ഗൈഡൻസ്, പ്രത്യേകിച്ച് ഡോക്ടർ ജോൺ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നു. ബോബി ജോസ് അച്ഛൻ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. മനുഷ്യരെ പിടിക്കുന്നതിനുപരിയായിട്ട് മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് ബോബി അച്ഛൻ പഠിപ്പിച്ചത്. ഇനി ഒരിക്കലും ഈ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെടരുത്. ബിക്കോസ് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഐ എം പാഷനറ്റ്ലി ഇൻ ലവ് വിത്ത് ക്രൈസ്റ്റ്. അഡിക്ഷനാണ് അത്. എനിക്ക് പറയാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന്. ലോകത്തിൻ്റെ സുഖങ്ങൾ, മോഹങ്ങളും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ പണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അജണ്ട മൊത്തം ഈശോ മാത്രമാണ്.